ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കണേ. മധ്യപ്രദേശിലെ ദാമോയിൽ കൗമാരക്കാരനെ കൊന്ന 46-കാരൻ മാംസം ഭക്ഷിക്കാനും രക്തം കുടിക്കാനും ശ്രമിച്ചു. ദാമോ സ്വദേശിയായ ഗുഡ്ഡ പട്ടേൽ അറസ്റ്റിലായി. ഭാര്യയെ കൊന്ന കേസിൽ ജയിലിലായിരുന്നു ഗുഡ്ഡ. ജനുവരിയിലാണ് ഇയാൾ ജയിൽ മോചിതനായത്. ആൻസില റേച്ചൽ സണ്ണിയാണ് വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ചേരുന്നത്. ആൻസില, ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. എന്താണ് സംഭവിച്ചത്? നിമി, ദാമോയിലെ സമാന ഗ്രാമത്തിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ദാമോ സ്വദേശിയായ ഭരത് വിശ്വനാഥാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് ഇരയായിട്ടുണ്ടായിരുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ഇന്നലെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഭരതിനെ ഗുഡ്ഡ ഒരു ഇരുമ്പ് വടി വെച്ച് പിന്നിൽ നിന്ന് അടിച്ചു വീഴ്ത്തി. ഭരത് വിശ്വനാഥിനെ ഗുഡ്ഡ പട്ടേൽ എന്ന് പറയുന്ന ഒരു കൊടും ക്രൂരൻ കൊന്നു എന്ന് മാത്രമല്ല, മാംസവും രക്തവും ഭക്ഷിച്ചു. ഞാനിപ്പോൾ ചിന്തിച്ച മറ്റൊരു കാര്യമല്ല, ഇങ്ങനൊരു ക്രൈം, അതിൻ്റെ വാർത്ത നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രതിയെക്കുറിച്ച് മാത്രമേ ചിന്ത വരുള്ളൂ. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചത്, കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇത്തരം വാർത്ത വരുന്ന സ്ഥലത്ത് ഈ ഗുഡ്ഡ പട്ടേലിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു സൽമാനോ മറ്റോ ഒക്കെ ആയിരുന്നെങ്കിൽ, ഇത് ഇരവാദമാണെന്ന് എനിക്ക് തോന്നിയാലും പ്രശ്നമില്ല. ഇത് ഏതൊക്കെ തലത്തിൽ ചർച്ച ചെയ്യുമെന്നറിയാം. എന്തെല്ലാം പൊടിപ്പും തൊങ്ങലും ഇതിനൊക്കെ വരും. ഇവനൊന്നും മനസ്സാക്ഷി ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ തന്നെ ഈ മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സാക്ഷി ഇല്ലാത്ത ക്രൂരന്മാരാണ്, രക്തം കുടിക്കുന്നവരാണ്, രക്തത എന്തെല്ലാം ഈ കമന്റ് ബോക്സിലൊക്കെ ശൂന്യമാണ്. ഈ കമന്റ് ബോക്സിൽ ഒരാൾ പോലും ചലിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ പേര് ഗുഡ്ഡ പട്ടേൽ എന്നുള്ള പേര് വന്നപ്പോൾ പിന്നെ മിണ്ടുന്നില്ല. അതാണ് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കറന്റ് സിറ്റുവേഷൻ. അതാണ്. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ലോകത്ത് ഏതെങ്കിലും ഒരു മുസൽമാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ഇന്ന് വരെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാത്ത മുസൽമാന്മാർ മുഴുവനും അതിന്റെ പാപഭാരം പേറണം. എല്ലാവരും പ്രതികളാണ്. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ക്രൂരന്മാരും, എല്ലാവരും കൊലപാതകളും, എല്ലാവരും ഇങ്ങനെ മതപരിവർത്തനം നടത്തുന്നവര്, പീഡിപ്പിക്കുന്നവര്, പീഡനം തന്നെയാണ് അവരുടെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് സമൂഹത്തിൽ മുഴുവനും പറഞ്ഞ് ഒരു സമുദായത്തിലെ എല്ലാ മനുഷ്യരെ അവഹേളിക്കും. എന്നിട്ട് തക്കം കിട്ടുമ്പോൾ മാധ്യമപ്രവർത്തന മുമ്പിൽ ഞങ്ങൾ എല്ലാ മുസ്ലിങ്ങളും അല്ല പറയുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാ മുസ്ലിങ്ങളെ തന്നെ പറയുന്നത്. എല്ലാ മുസ്ലിങ്ങളെ അടങ്കലേ നിങ്ങൾ ആക്ഷേപിക്കുള്ളൂ. നിങ്ങൾ പൊതുവിൽ നിങ്ങൾ പറയാനുള്ളൊരു കാര്യമുണ്ട്, എന്തറിയാവോ? ഇവന്മാരെ ഒന്ന് വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? ആരാടാ മനുഷ്യന്റെ ചോര കുടിക്കുന്നത്? ആരാടാ മനുഷ്യന്റെ മാംസം തിന്നുന്നത്? അത് നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ വ്യാഖ്യാനിക്കാന്നേ. കോഴിയുടെ കഴുത്തിൽ കടിച്ചു പിടിച്ചിട്ട് പച്ചക്ക് അറുത്തിട്ട് അതിന്റെ മാംസം മറ്റുള്ളവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയല്ല. അതായത് ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു കോഴീനെ അതിനെ അറുത്തിട്ട് അതിന്റെ മാംസം ഭക്ഷിക്കാൻ കൊടുക്കുകയല്ല, പച്ചക്ക് ദൈവപ്രീതിക്ക് വേണ്ടി അതിന്റെ കഴുത്തിൽ കടിച്ച് പച്ചക്ക് അതിന്റെ തൊലി ഉരിയുന്നതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നില്ലേ? അങ്ങനെയുള്ള മനുഷ്യരുടെ മനസ്സിൽ ക്രൂരതയും വൈകാരികതയും ഉള്ളതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറയാം. അങ്ങനെ പറയൽ പോലും നമ്മൾ കുറ്റമാണെന്ന് പറയുന്നത്. അങ്ങനെ പോലും ഒരു സമൂഹത്തിനെ വേദനിപ്പിക്കാൻ പാടില്ല. എന്റെ മനസ്സാക്ഷിയുടെ പക്ഷത്തെന്ന് പറയുകയാണെങ്കിൽ എന്റെ ഹിന്ദു സഹോദരങ്ങളിൽ 90% മനുഷ്യരും നല്ല നിലക്ക് ജീവിക്കുന്നവരാണ്. ക്രൈസ്തവരും അങ്ങനെ തന്നെ. 10% ചെയ്യുന്നതിന്റെ പേരിൽ ഈ നാട്ടിലുള്ള ക്രൈസ്തവനും ഹൈന്ദവനും ഒക്കെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? അത് പറയൽ ന്യായമാണ്. എത്രയോ നല്ല മനുഷ്യരെ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ ദിനം പ്രതി കാണുന്നു. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു മുസൽമാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ നിങ്ങൾ അവഹേളിക്കുകയും പരിഹസിക്കുകയും അവരുടെ മേൽ ആക്രോശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, എങ്കിൽ ഒരു മുസൽമാൻ ചെയ്യുന്ന നന്മയുടെ പേരിൽ ആ സമൂഹത്തെ മുഴുവനും നീ നന്മയുടെ വാക്താക്കളാക്കി പറയത്തെ എന്താണ്? ഫോർ എക്സാമ്പിൾ ഇപ്പം കാണിച്ചു തരാം. എന്റെ സമുദായത്തിൽ, ഇസ്ലാമിക സമൂഹത്തിൽ പെട്ടതല്ലാത്തൊരു സഹോദരി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മഹല്ല് കമ്മിറ്റി, ഒരു ജമാഅത്ത് കമ്മിറ്റി എന്താ ചെയ്തത്? എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദ് കമ്മിറ്റി ചെയ്ത പ്രവർത്തി കാണോ? ഇതിനേക്കാൾ വലിയ തീവ്രവാദ പ്രവർത്തനം ലോകത്ത് വേറെ കാണത്തില്ല. കണ്ടോളി. മതമൈത്രിയുടെ കേരള സ്റ്റോറിയായി എറണാകുളം സെൻട്രൽ മുസ്ലിം ജമാഅത്ത് മസ്ജിദിലെ ഇഫ്താർ വിരുന്ന്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെയും കൊട്ടാരത്തിലെയും പ്രതിനിധികൾ പങ്കെടുത്ത വിരുന്നിൽ വെച്ച് ജാതിമത ഭേദമില്ലാതെ ജമാഅത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഇമാം അർഷാദ് ബദ്രി പ്രഖ്യാപിച്ചു. അരയൻകാവിലെ മിനി മനോജ് എന്ന സ്ത്രീക്ക് വീട് വെച്ച് നൽകും. സഹായം ചോദിച്ച് യാദൃച്ഛികമായി കഴിഞ്ഞ ദിവസം പള്ളിമുറ്റത്തെത്തിയ മിനിക്ക് വീട് വെച്ച് നൽകാൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. യാദൃശ്ചികമായി എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെത്തിയ സഹോദരിക്ക് അവര് ആ സിറ്റുവേഷനിൽ ഒരു സഹായം ചെയ്തു എന്നതിനപ്പുറത്തേക്ക് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലെ മഹല്ല് ഭാരവാഹികളെല്ലാം കൂടെ കൂടിയിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് വെച്ച് കൊടുക്കാൻ അവർ തയ്യാറായി. എന്തേ ഈ നന്മ എടുത്ത് പറയുന്നത്? അയ്യോ, അത് തക്കിയാണ്, മതം മാറ്റാനുള്ളത്. എടാ, എത്ര പേർക്ക് ഇതുപോലെ വീട് വെച്ച് കൊടുത്തടാ? എത്ര പേര് മതം മാറിയടാ മക്കളെ? ഞങ്ങൾക്കങ്ങനെ ഈ പാൽപ്പൊടിയും പഞ്ചസാരയൊന്നും കൊടുത്തിട്ട് അങ്ങനെ അതിന്റെ ആവശ്യമില്ലെന്നേ. എന്തിനാ അതിന്റെ ആവശ്യം? ഇവിടെ എത്ര മനുഷ്യരുണ്ട് ഇവിടെ. ദിനം പ്രതി എത്ര ആളുകൾ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഇതിന്റെ ഭാഗമാകുന്നു, പിന്നെ അതിന് മതം മാറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു മുസൽമാന്റെ ഒരു തിന്മ കണ്ടാൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ മോശമാക്കുമ്പോൾ ഒരു നന്മ കണ്ടാൽ, ഒന്നുമില്ലെങ്കിൽ നീ എന്നൊരു നിക്കറ് പോലും, ഒരു മുട്ടുസൂചി പോലും സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ കൊടുക്കും. നീ മുസ്ലിം എന്ന് മുസൽമാൻ എന്ന് കുരക്കാൻ ഇതിനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ.
നിന്നെയൊക്കെ ഈ നിലനിർത്തുന്നത്, നിന്റെയൊക്കെ ഊർജവും നിന്റെയൊക്കെ ഓജസ്സും തേജസ്സും എന്ന് പറഞ്ഞാൽ മുസൽമാനാ. അവനെ പറയാതെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു നന്മയും നിനക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നാലാ ലോകത്ത് ഏതെങ്കിലും ഒരു ഡറാഡൂണിലോ എന്തൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് ഇവിടെയുള്ള ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ആ പ്രസവം അവന്റെ ഉത്തരവാദിത്തം കേൾക്കണം. ഇപ്പൊ മിനിച്ചേച്ചിക്ക് എന്തായാലും വീടായി, നീ ഇങ്ങനെ നടന്നോ.